ഹായ് ഹലോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 2025 പുതിയ വർഷം വന്നപ്പോഴേ ശനി മാറ്റം സംഭവിക്കാൻ പോവുകയാണല്ലേ. നമുക്കെല്ലാവർക്കും അറിയാം. ഏകദേശം അത് മാർച്ച് 29-നാണ് ശനി മാറ്റം സംഭവിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് പറഞ്ഞു കേട്ടിടത്തോളം നമുക്കറിയാം ശനി മാറ്റം വളരെ കുറച്ച് നക്ഷത്രക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ വരുത്താൻ വളരെ സാധ്യതയുണ്ട്. കണ്ടകശനിയും ഏഴര ശനിയും ഒക്കെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പെടും. നമ്മൾ എന്ത് ചെയ്താലും, അമ്പലത്തിൽ പോയാലും പ്രായശ്ചിത്തം ചെയ്താലും പൂജകൾ കഴിച്ചാലും വഴിപാട് കഴിച്ചാലും ഒന്നും ശനിക്ക് അത്രയൊരു ശനി മാറണമെങ്കിൽ, അതായത് ബുദ്ധിമുട്ടുകളിൽ നിന്നും കുറച്ച് ഒഴിഞ്ഞു പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ ഒരു സമയത്തൊക്കെയാണ് ചിലവർ 41 ദിവസം വ്രതം എടുത്തിട്ട് ശബരിമലയ്ക്കും ഒക്കെ പോകാറുള്ളത്. അപ്പോൾ അധികം ആൾക്കാരും അതിനൊന്നും പോകാൻ പറ്റാത്തവർ, അതായത് സ്ത്രീകൾക്കൊന്നും അധികം അങ്ങനെ പോകാനൊന്നും സാധിച്ചെന്ന് വരില്ലല്ലോ. അങ്ങനെയുള്ളവർ ശനീശ്വരൻ്റെ, അതായത് അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ ശനി ജപം കഴിപ്പിക്കും, പിന്നെ നീലാഞ്ജനം കഴിപ്പിക്കും. അങ്ങനെ ശനി അത് അങ്ങനെയെങ്കിലും നമുക്ക് അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഉത്തമമാണ്. അതുപോലെ തന്നെ ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് വെച്ചാൽ ശനി, അതായത് ശനി എന്ന് പറഞ്ഞാൽ ശനി പഴയൊരു പഴഞ്ചൊല്ലുണ്ട്. അതൊരു തമിഴിലാണ്. ശനി കൊടുത്താൽ എവർത്തടുപ്പാന്ന്. അതായത് ശനി കൊടുത്താൽ ആർക്കും തടുക്കാൻ സാധിക്കില്ല, അത്രയും കാഠിന്യമായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഇതിന് ചെറിയൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരമാണ് എൻ്റെ മുത്തശ്ശന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ. എൻ്റെ മാമൻ വൈദ്യരും ജ്യോത്സ്യരും ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവിൽ ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. ശനി ഇപ്പോൾ വരുവാന്ന് പറയുമ്പം നമ്മൾ പോയി നീലാഞ്ജനവും കഴിപ്പിക്കും, അതുപോലെ ശനിയാഴ്ച വ്രതം എടുക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പൊതുവേ ചെയ്യാറല്ലേ. അത് ചെയ്താൽ വളരെ ഉത്തമമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം കൂടി പറയണം. നമ്മൾ നൂലൊക്കെ ജപിച്ച് കെട്ടാറില്ല, അമ്പലത്തിൽ കൊടുത്തിട്ടും അല്ലാതെയും ഒക്കെ നൂല് ജപിച്ച് കെട്ടാറില്ല. അമ്പലത്തിൽ കൊടുത്തിട്ട് നൂല് ജപിച്ച് കെട്ടുവാണെങ്കിലും അത്രയും ശ്രേഷ്ഠകരമാണ്. അതുപോലെ തന്നെ അമ്പലത്തിൽ കൊടുത്ത് ജപിച്ചിട്ട് നമ്മുടെ ഇടത് കാലിന് ഒരു കറുത്ത നൂല് നമുക്ക് കെട്ടാൻ സാധിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം, നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്നും വലിയ മാറ്റം എന്ന് പറയാൻ ഒക്കുകയില്ല, എന്നിരുന്നാലും ചെറിയൊരു മാറ്റമൊക്കെ വരാൻ വളരെയധികം സാധ്യതകൾ ഉണ്ട്. പിന്നെ പ്രാർത്ഥനയാണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കാര്യം, പറ്റുന്നതും നമ്മുടെ നേവി ബ്ലൂ കളറും അതുപോലെ കറുത്ത കളറും ഒക്കെയുള്ള ഡ്രസ്സ് പരമാവധി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക, ശനിയാഴ്ച പ്രത്യേകിച്ചിട്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം ചെറിയൊരു മാറ്റം വരാൻ നമുക്ക് വളരെയധികം സാധ്യതകൾ കൂടുതലാണ്. ശനി മാറ്റത്തിന് ബുദ്ധിമുട്ടുന്ന ഒരുപാട് നക്ഷത്രക്കാരുണ്ട്. കണ്ടകശനിയായാലും ഏഴര ശനിയായാലും ആ ശനി വരുന്ന നക്ഷത്രക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസം ഉള്ളവർക്ക് മാത്രം വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്നും പറയരുത്. എന്നാലുള്ള എനിക്കറിയുന്ന ഒരു അറിവാണ് ഞാനിവിടെ പറഞ്ഞത്. അതെടുക്കുന്നവർക്ക് എടുക്കാം. അപ്പോൾ നമ്മളൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറ്. അപ്പം ഈ ഒരു ശനിമാറ്റം വരുന്നതെന്ന് പറയുമ്പോൾ വലിയച്ഛന്മാരും മാമന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അറിവോടെ ഞാൻ ചെയ്തൊരു വീഡിയോ ആണിത്. അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഉപകാരപ്രദമായാൽ അത്രയായില്ലേ. ചെറിയൊരു മാറ്റം എന്തെങ്കിലും പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ എന്നാൽ അറിയുന്ന ഒരു അറിവാണ് ഞാനിവിടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു.